പക്ഷെ എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ലൈഫ് ഞാൻ ജീവിച്ചത് ദൈവഭയത്തിലാണ്. ആൻഡ് എന്ന് എൻ്റെ ദൈവവിശ്വാസം പോയോ അന്ന് എൻ്റെ ലൈഫ് പീസ്ഫുള്ളായി. പിന്നെ എനിക്ക് എന്ത് ചെയ്താലും എൻ്റെ മൊറാലിറ്റി എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. ചെറിയ തെറ്റൊന്നാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ചെറിയ തെറ്റുകളെല്ലാവരും ചെയ്യും. പണ്ട് പക്ഷെ എനിക്കൊരു ചെറിയ തെറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അയ്യോ ദൈവം എന്ത് വിചാരിക്കും, അപ്പം ദൈവമല്ല ഒന്നുമില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നു. മതവിശ്വാസിയായിരുന്ന കാലത്ത് കൂടുതൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ മതം ഉപേക്ഷിച്ചപ്പോൾ യഥേഷ്ടം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ് എന്നുള്ളത്, നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആത്യന്തികമായ നഷ്ടം നമുക്ക് തന്നെയാണ്. ഉദാഹരണത്തിന് മതത്തിന്റെ നിയമങ്ങൾ എടുക്കുമ്പോൾ ഇസ്ലാം അനുശാസിക്കുന്ന പോലെ ലഹരി ഉപയോഗിക്കുന്നത് ഇസ്ലാം വിലക്കിയതാണ്. അപ്പോൾ ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ നഷ്ടം എന്നുള്ളത് തീർത്തും ആ വ്യക്തിക്കും അവൻ്റെ കുടുംബവും അനുഭവിച്ച് തീർക്കേണ്ടതാണ്. ഇത്തരത്തിൽ മതങ്ങൾ നിർമ്മിക്കുന്നത് അനാവശ്യ വരമ്പുകൾ സൃഷ്ടിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കലാണ്. മറിച്ച് ഏറ്റവും അനിവാര്യമായ കടൽഭിത്തികൾ നിർമ്മിച്ച് ആളുകൾക്ക് സംരക്ഷണം തീർക്കുന്ന ദൗത്യമാണ് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.